ഇമേജുള്ള ടോപ്പ് ആഡ് ഏജൻസി എത്രയോ ഉണ്ടായിട്ടും ഈ കോൺട്രാക്ട് നീയുമായി സൈൻ ചെയ്തത് എന്തിനാണെന്ന് അറിയോ? ടോപ്പ് മോഡൽസ് എല്ലാം നിന്റെ പുറകെ തിരിയുന്നത് കാരണം. അന്ന് ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നീ കാണിച്ചു തന്ന ടോപ്പ് ക്ലാസ് മോഡൽ എവിടെ? ഈ തേർഡ് ക്ലാസ് മോഡൽ എവിടെ? എന്താ കെട്ടിയോളെ കണ്ടു കഴിഞ്ഞപ്പോ നിന്റെ പാഷൻ അങ്ങ് കുറഞ്ഞു പോയോ? Hold your tongue. Okay, I can. ബെസ്റ്റ് മോഡലിനെ വെച്ച് ആഡ് ചെയ്യാന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു തേർഡ് ക്ലാസ് മോഡലിനെ വെച്ച് ആഡ് ചെയ്യാൻ ഞാൻ എന്താ വട്ടനെന്ന് വിചാരിച്ചോ? Am I looking like a fool or what? നോക്ക് രാഹുൽ, നീ ചോദിക്കുന്ന അത്ര കാശ് തരുന്നത് നീ ചെയ്യുന്ന ആഡ്സ് കാരണം ഞങ്ങളുടെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ടാ? 1 വീക്ക് സമയം ഞാൻ തരാം. I want my ad to be done with the best model. അല്ലെങ്കിൽ നീ കാരണം ആഡ് ഡിലേ ആയതുകൊണ്ട് ഡാമേജസ് മുഴുവൻ നീ എനിക്ക് തരേണ്ടി വരും. You're looking gorgeous. എന്താണ് സ്പെഷ്യൽ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. What? എന്താ? നീ അച്ഛനാവും പോവാ രാഹുൽ. What? Really? Wow! What a great news! ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഈ ഹാപ്പി ന്യൂസ് ആദ്യം നിന്നോടൊപ്പം ഷെയർ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാന്ന് കരുതി. What? വാ നീ വാ, പെട്ടെന്ന് വാ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേയില്ല. പക്ഷെ ഞാൻ തന്നെ ഇന്നൊരു അമ്മയാവും പോന്നു ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. I can understand, Vidya. Thank you so much, doctor. Is everything okay? സോറി വിദ്യ, നിനക്കുണ്ടായിരിക്കുന്നത് നോർമൽ പ്രഗ്നൻസി അല്ല, ട്യൂബൽ പ്രഗ്നൻസി. യൂഷ്വലി ഫീറ്റൽസ് യൂട്രസിലാണ് ഫോം ആവുന്നത്. ബട്ട് ചില റെയർ കേസസിൽ ഫെലപ്പൻ ട്യൂബിലും പ്രഗ്നൻസി ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വൺസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ ലൈഫ് റിസ്ക് ആണ്. ബെറ്റർ ടു റിമൂവ് ഇറ്റ് ഇമീഡിയറ്റ്ലി. ഈ കണ്ടീഷൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമല്ല നിനക്കും അത് ആപത്താണ്. ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. വിദ്യ കൺട്രോൾ. ഡോക്ടർ, എനിക്ക് വിദ്യയാണ് ഇമ്പോർട്ടൻറ്റ്. ഷി മസ്റ്റ് ബി സേഫ്. Please do the needful. Take rest, Vidya. ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസിൽ അല്പം ജോലിയുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം. ഓക്കെ? വേഗം വരണേ രാഹുൽ. I will. Take rest. Wow! Beautiful man. Gorgeously beautiful. ഇങ്ങനത്തെ ബ്യൂട്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത് രാഹുൽ. എനിക്ക് നിന്റെ കപ്പാസിറ്റി അറിയാം. ഈ ബ്യൂട്ടി എന്റെ കമ്പനി എൻഡോസ് ചെയ്യുകയാണെങ്കിൽ എന്റെ കമ്പനിയുടെ റേഞ്ച് വേറൊരു റേഞ്ചിലേക്ക് പോകും.
ഷീസ് ഓസം യാർ. അല്ല, ഇത്ര സുന്ദരിയായിട്ട് ഒരു മോഡൽ ഉണ്ടായിട്ട് നീ ആരുടെയൊക്കെ ഫോട്ടോ കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്തില്ലേ? നൈസ്, സൂപ്പർബ്. ഈ പെണ്ണിനെ വെച്ച് ബ്രാൻഡ് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ അമൗണ്ടിന്റെ ഡബിൾ ഞാൻ തരാം. അല്ല, പിള്ളേരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അമ്മയുടെ വീട്ടിലാകിയിട്ട് വന്നോ? കുട്ടികളെ നോക്കാനായിട്ട് എനിക്ക് അമ്മയില്ല. അമ്മയെന്ന് എന്നെ വിളിക്കാനായിട്ട് എനിക്ക് കുട്ടികളുമില്ല. അതെയോ? പിന്നെന്തിനാ കുട്ടികൾ വേണ്ടാന്ന് വെച്ചത്? അയ്യോ, എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫർദറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. പ്ലാൻ ചെയ്യണമെന്നോ? ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നെ കുട്ടികൾ എങ്ങനെയുണ്ടാകും? ഗർഭപാത്രം എടുത്തു കളഞ്ഞെന്നോ? എനിക്ക് അബോർഷനല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾക്കറിയില്ലേ, ഗർഭപാത്രം എടുത്തു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ഡിക്ലറേഷനിൽ സൈൻ ചെയ്തല്ലോ. ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് എടുത്തു മാറ്റി. യൂട്രസ് എടുത്തു കളഞ്ഞെന്നോ? ആ ക്രൂരനെ കൊന്നതിന് ഒരു തെറ്റുമില്ല. അതിനുശേഷം നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ട? ഞാനൊരു അമ്മയാവാതിരിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? നീ അത് അറിഞ്ഞല്ലേ? അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ അനാഥയായിട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഭാഗ്യമാണ് എനിക്കില്ലാതാക്കിയത് നീ. വിദ്യ, കൂൾ. ഇപ്പൊ നീ അമ്മയാവുമ്പോ എന്താ കിട്ടുക? ഭംഗിയുള്ള വയറില് കുറച്ച് മാർക്കല്ലാതെ മൊറോവർ പളുങ്ക് ശില്പം പോലുള്ള നിന്റെ ഫിഗർ കാറ്റുപോയ ബലൂൺ പോലെയാവും. വേൾഡിലെ ബെസ്റ്റ് പെയിന്റർ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് നിന്റേത്. ഫസ്റ്റ് ടൈം ഞാൻ ഫിക്സ് ചെയ്ത എന്റെ ഫ്രെയിമിൽ ഞാൻ കണ്ട നിന്റെ ഭംഗി ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അമ്മയാവുന്നതാ. കുട്ടികൾ എന്നുള്ളത് എന്റെ ഡ്രീം ആയിരുന്നു. നിന്നെ ഡ്രീം ഗേൾ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നീ അമ്മയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. വട്ടാണോ നിനക്ക്? ഷട്ട് അപ്പ്. നിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കോടതി കയറ്റി ഞാൻ. ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിൽ അടയ്ക്കും. നീ ജയിലടപ്പിക്കോ, മഹിളാ സമാജത്തെ കംപ്ലൈന്റ് ചെയ്യോ, കോർട്ടിൽ കൊണ്ടുപോകോ, ഡു വാട്ട് എവർ ഷിറ്റ് യു ക്യാൻ ഡു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോ. How dare you bloody rascal! എന്നെ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഭർത്താവാണ്. യു ആർ മൈ പ്രോപ്പർട്ടി. നാണമില്ലേ നിനക്ക്? സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ എടുക്കണം നിനക്ക്? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിക്കുന്നു കരുതിയോ? യു ഇഡിയറ്റ്! നീ ചെയ്യില്ല, എനിക്കറിയാം. I have something for you. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഇന്റിമേറ്റ് വീഡിയോസിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ബട്ട് ഐ സ്വെയർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. വാശി പിടിക്കാതെ, നാണം കെടാതെ ഫോട്ടോഷൂട്ട് ചെയ്യുക. ഐ എം ഷുവർ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ആഡ് ഇൻ മൈ ലൈഫ്. വേണമെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് ഞാൻ നിനക്ക് 10 കുട്ടികളെ വാങ്ങിച്ചു തരാം. ചിരിച്ച് കളിച്ചവർ വളർത്തിക്കൂ. ലുക്ക് വിദ്യ, നീ ആഡ് ചെയ്തെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറുടെ ബെസ്റ്റ് മോഡലാവും. അല്ലെങ്കിൽ ആ വീഡിയോ കാരണം നീ നാണം കിട്ടു പോവും. ആലോചിച്ച് നോക്ക്. അവനൊരു മനുഷ്യനാണോ? അവനെ ഞാൻ വിടില്ല. അവനെ ഞാൻ കൊല്ലാൻ പോവാണ് വിദ്യയെ. ദാസ് സർ, ആ ഉയർന്നു നിൽക്കുന്ന മനുഷ്യനല്ലേ അവൻ? എന്റെ വൈഫിന്റെ ബോയ്ഫ്രണ്ടാ. ദാസ്, അവൻ എന്നെ കൊല്ലാൻ പോവാണെന്ന്. ക്ലോസ്, പ്ലീസ് പ്ലീസ് ക്ലോസ് ദ ഡോർ. Sir. ക്ലോസ് ദ ഡോർ. നീ ഇവിടെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് പോയല്ലേ? യെസ് സർ. എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ മകൻ, ഐ മീൻ നിന്റെ ബോയ്ഫ്രണ്ട് പോലത്തെ മോനെ സെറ്റ് ചെയ്തല്ലേ? ഹേയ്, നിനക്കെന്താടാ ഭ്രാന്തുണ്ടോ? ദാസ്, സർ, ഇവൻ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നു.
ഞാനെന്താ ഭ്രാന്തനാണോ? ഞാൻ ഭ്രാന്തനാണോ? അല്ല സർ. ആക്ച്വലി മിസ്റ്റർ സിവിൽ ഗണേഷ്, എനിക്ക് ഭ്രാന്തുണ്ട്. എന്റെ വൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തിയിരിക്കണം.